ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോക്കറ്റ് നമുക്ക് നമ്മുടെ കോട്ട് ആണല്ലോ അപ്പം നമ്മൾ 2 ദിവസമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോക്കറ്റ് അതിൽ അറ്റാച്ച് ചെയ്യണത് എന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ 13 ഇഞ്ച് ലെങ്ത്ത് 6.5 ഇഞ്ച് വെടുത്തിലാണ് എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ 13 ഇഞ്ച് എടുത്താൽ നമുക്കത് മടക്കി അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ 6.5 ഇഞ്ച് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഒരു സ്ക്വയർ പീസാണ് നമുക്ക് വേണ്ടത്. 6.5 ഇഞ്ച് നീളവും 6.5 ഇഞ്ച് വെടുത്തും ഉള്ളത്. അപ്പോൾ ഓക്കെ, ഞാനത് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുകയാണ്. ഇനി ഒരു പീസും കൂടി നമുക്ക് വേണം. ഒരു 1.5 ഇഞ്ച് നീളത്തിൽ വിടുത്തിൽ നമുക്ക് അതേ 6.5 ഇഞ്ചിൽ തന്നെ നീളത്തിൽ നമുക്കൊരു പീസ് വേണം. അതിൻ്റെ ആ ഒരു പോക്കറ്റിൻ്റെ മോഡലാണ് കേട്ടോ. ഇനി ആ മോഡലില്ലാത്ത പോക്കറ്റിന് സാധാ പോക്കറ്റാണ് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതൊരു യൂണിഫോം ടൈപ്പ് കോട്ടാണല്ലോ. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു മോഡലാണ്. അതിൻ്റെ മോഡൽ നിങ്ങൾക്ക് തമ്മിലിൽ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ 6.5 ഇഞ്ച് തന്നെ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് പിന്നെ കട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇനി എല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് 2 പോക്കറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ 2 പോക്കറ്റിൻ്റെയും ഫസ്റ്റ് ഒരു ഭാഗത്താണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 പീസിലും ഇത് ചെയ്യേണ്ടതുണ്ട്. 4 പീസായിട്ടാണ് നമ്മൾ 6.5 ഇഞ്ച് വിടുത്തും 6.5 ഇഞ്ച് ലെങ്ത്തുള്ള പീസ് എടുത്തിട്ടുള്ളത്. അതിൽ 2 പീസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇത് വരുന്നത്. ഇനി ഇതൊരു ചെറിയ മോക്കുള്ള ഇതാണ്, 11 വയസ്സായ മോക്കുള്ള കോട്ടാണ്. അപ്പോൾ ഞാൻ 4.5 ഇഞ്ച് വിടുത്താണ് നമുക്ക് പോക്കറ്റിൻ്റെ വിടുത്ത് വേണ്ടത്. അപ്പോൾ അതിൽ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി താഴെയും മുകളിലും ഒരുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. 1 ഇഞ്ച് വിടുത്ത്, 1 ഇഞ്ച് വേണ്ട, 3/4 ഇഞ്ച് വിടുത്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാണുമ്പോൾ കുറച്ച് അധികം തോന്നുന്നുണ്ടല്ലേ, പക്ഷേ 3/4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതങ്ങനെ കൊടുത്തിട്ട് 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് വരച്ച് അതുപോലെ തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗം, അതായത് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് കാണേണ്ട ഒരു ഭാഗം ഇങ്ങനെ വച്ചിട്ട് ആ ഒരു ലൈനിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിന്നാൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ 6.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗത്തും ഒരേ വിടുത്തിൽ തന്നെ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് ആ ഒരു 4.5 ഇഞ്ചിലോട്ട് നമ്മൾ അടയാളപ്പെടുത്തി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ബാക്ക് അടിച്ചിട്ടൊന്നും കൂടി ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക. കണ്ടോ, ഒരേ ലെങ്ത്ത് ഒരേ വിടുത്ത് തന്നെയല്ലേ ഒന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ആ വരച്ച ആ വരയിലൂടെ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സ്പീഡ് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടുത്ത പീസ് എടുക്കുക. നമ്മൾ 4 പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പീസിൽ നമ്മൾ ആ ഒരു കളർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അറ്റാച്ച് ചെയ്യാത്ത 2 പീസ് ഉണ്ടല്ലോ, അതിലൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മറ്റതിൽ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് അളവിൽ തന്നെ ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ കറക്റ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഇഞ്ചോ വിട്ടിട്ട് ചെയ്താൽ മതി. 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മുകളിൽ വിട്ടിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ കണ്ടോ, ആ ലൈനിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. കണ്ടോ, ഓക്കെ. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മൾ
സ്റ്റിച്ച് ചെയ്ത് വരണം. ഈസിയാണ് കേട്ടോ. കണ്ടാൽ നമുക്ക് വളരെ പ്രയാസമുള്ളതാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ പിറ്റത്തെ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പിന്നെ വീഡിയോൻ്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് കണ്ട് ചെയ്ത് നോക്കിയാൽ പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് ഒക്കെ പോകുമ്പോൾ ഇതുപോലത്തെ യൂണിഫോമൊക്കെ ആണെങ്കിൽ പുറത്തൊന്നും കൊണ്ട് തയ്പ്പിക്കാതെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല, ഇതുപോലെ യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊരു കോണ രൂപത്തിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ലായിരുന്നോ, ഇനി ആ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ആക്കണം അവിടെ കേട്ടോ. അതൊന്ന് കത്രിക കൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു കറക്റ്റ് ആ മൂലയിൽ കണ്ടോ, അവിടെ നമ്മളൊരു കോണ് ഭാഗത്ത് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ കറക്റ്റ് നിർത്തണം കേട്ടോ. ഇനി ആ വരച്ച വരയിലൂടെ തന്നെ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടില്ലായിരുന്നു ഒരു ലൈന്, ആ ഒരു ലൈൻ കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടരുത്, അതല്ലാതെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ കത്രിക യൂസ് ചെയ്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പോക്കറ്റാണ് കേട്ടോ. ഇത് നമുക്ക് പാൻറ്റിൽ അപ്ലൈ ചെയ്യാം, ഇതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ മറ്റേ പോക്കറ്റും കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് പോക്കറ്റ് എന്നുള്ളത്. അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ നോക്ക്, ഇനി അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യണത്. ഇനി മറ്റേ സൈഡും ഓക്കെ. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ പോക്കറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനി അത് നമുക്ക് എന്ത് ചെയ്യണം, പതിച്ചടിച്ചു കൊടുക്കണം. അതുപോലെ ഉള്ളിലുള്ള ആ 2 പീസും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ആ 2 പീസും സൈഡൊക്കെ നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പിറ്റൊക്കെ ഇട്ട് വെച്ച് കൊടുത്താൽ നന്നായിട്ട് കറക്റ്റിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റും. പിന്നിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അങ്ങനെ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അടിച്ചാൻ പോവാം. പിന്നെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ അടിച്ച് കൊടുക്കണം. ഉള്ളിലോട്ട് പോകാത്ത ഭാഗങ്ങളുണ്ട് വെച്ചെങ്കിൽ മെല്ലെ ഇതുപോലെ എന്തെങ്കിലും കൂർപ്പുള്ള കത്രിക തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും കൂർപ്പുള്ളൊരു സാധനം കൊണ്ട് നമുക്കതൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റിലായിട്ട് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കണം. ഇത് കുറേ പ്രോസസ്സുണ്ട്, എനിക്കിതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും ബാക്കിലോട്ട് നിൽക്കരുത്. കാരണം എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശീലം നമ്മൾ നിവർത്തിയിട്ടിട്ട്, കാരണം എനിക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നു, ട്വിൻസായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പോയി പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചില സമയത്ത് അതിയായ ആഗ്രഹം എന്ന് പറയുമല്ലോ, അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വെച്ച് ഞാൻ പുതിയ ശീല എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതിൽ ഞാൻ എന്ത് ചെയ്യും, ശീലൊക്കെ എടുത്തിട്ട് അവിടെ വരച്ച് ശീലൊക്കെ എടുത്ത് അതങ്ങനെ നിവർത്തി 4ആയിട്ട് മടക്കിയൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്ത് മടക്കി വെക്കും. പിന്നെ യൂട്യൂബിൽ കണ്ടിട്ട് ചില സംഗതികൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശീലയിൽ വെച്ച് അവിടെ അതിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി എന്ത് ചെയ്യും, എനിക്ക് പോകാൻ പറ്റണില്ലല്ലോ, നമ്മളെ വീട്ടിൽ നിന്നും വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ട്.
പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തയില്ലേ. പക്ഷേ പിന്നീട് ഇപ്പോഴല്ലേ യൂട്യൂബൊക്കെ അധികമായിട്ട് കുറേ അധികം വീഡിയോസൊക്കെ വന്നത്. അന്നൊന്നും പറഞ്ഞാൽ ഇത്രയൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് അങ്ങനെ ഓരോരോ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് എന്നാലും കുറച്ചൊക്കെ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയത് വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ അത്യാവശ്യം മാഷാ അല്ലാഹ് തിരക്കേടില്ലാത്ത ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മോഡൽസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി ആ ഉള്ളിലുള്ള ആ ഭാഗം നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അതെ, ഇത് ഇങ്ങനെ മടക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതല്ലാതെ നമ്മൾ ഒരു സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഈ യൂണിഫോമിൻ്റെ തുണി എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ നൂല് വലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടുപോയി അതവിടെ ഒരു കീറലൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി തന്നെ സ്റ്റിച്ച് ചെയ്യണത്. 2 മടക്ക് മടക്കിയാണ്ട് സ്റ്റിച്ച് ചെയ്താൽ ആ ഒരു വൃത്തിയിൽ നൂലൊന്നും പൊന്താതെ അങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് നിൽക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പോക്കറ്റ് റെഡിയായി. ഇനി മുൻഭാഗത്തെ ഇത് ഇങ്ങനെ ആയിരിക്കും. ബാക്ക് ഭാഗം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് പോക്കറ്റ് റെഡിയായി. ഇതുപോലെ തന്നെ മറ്റേ പോക്കറ്റും നമ്മൾ റെഡിയാക്കി കൊടുക്കുക. ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ വീണ്ടും ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്, ഇനിയും ഇത് മനസ്സിലായിട്ടില്ല, ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം അതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങളെന്ത് ചെയ്യുക, പിന്നെ വീണ്ടും ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിട്ട് തന്നെ ഇതിങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, കുറച്ചും കൂടി സിമ്പിളാക്കണം എന്നുള്ളവർക്കും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്ത് വേണമെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടനും അടിച്ചിട്ട് വേണം നിങ്ങളതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മളിടുന്നു, ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊരു ഇടാൻ വേണ്ടിയിട്ടൊരു പ്രോത്സാഹനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മടക്കി തയ്ച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പോക്കറ്റും ഓൾമോസ്റ്റ് ഫുള്ളായി. ഓൾമോസ്റ്റ് അല്ല, ഫുൾ തന്നെയായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 പോക്കറ്റും ഒന്ന് കാണാം. പിന്നെ 2 പോക്കറ്റ് വെക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ, ഒരേ വിഡ്ത്തിൽ, ഒരേ ലെങ്ത്തിൽ ഒക്കെ വരാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ താഴ്ന്ന, അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടുള്ള അളവ് പോക്കറ്റിന് കൊടുക്കുമ്പോൾ ഒരേ അളവ് തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ ഒന്ന് താഴെ ഒന്ന് മേലേക്കായിട്ട് നിൽക്കും. അങ്ങനെ ആകുമ്പോൾ അതൊരു വൃത്തികേടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക, വരച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.